ഹലോ ഗൈസ്, ഞാൻ സുബിനാണ്. സുബിൻസ് വ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും അപ്പോൾ ഒരു പുതിയൊരു കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇറാനി ഹോട്ടലിലെ കിഴി പൊറോട്ട തിന്നണമെന്ന് ഭാര്യ ചെറിയൊരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോയിരുന്നു. ബാക്കി ഒന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല, അവിടെ ചെന്നാലേ അറിയാവും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തോന്നുന്നു. അപ്പോൾ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക്. അപ്പോൾ വീഡിയോ ഏകദേശം നെയ്യാറ്റിങ്കര ഭാഗത്ത് എത്തിയപ്പോൾ അല്പം മഴയും കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മളിവിടെ ചവിട്ടി നമ്മളെ ചെയ്യാൻ കണ്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ മഴയൊക്കെ നനഞ്ഞിട്ട് ഇറാനി ഹോട്ടലിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ദൂരം കാണാൻ പറ്റും. ഇറാനി ഹോട്ടൽ അവസാനം നമ്മൾ ഇറാനി ഹോട്ടലിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. വളരെയധികം മനോഹരമാണ് ഗൈസ്. ഇവിടെ കയറിയ പിന്നെ ഇവിടെ നിന്ന് കഴിച്ചിട്ടേ പോയി. ഒരു റേഞ്ച് സിൻസ് 1990. ഇത് ചെറിയ കടയെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് വലിയ കടയാണ്, വലിയ കട. സോ അകത്തോട്ട് പോകുമ്പോൾ ഒരു രക്ഷയില്ല ഗൈസ്. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ. അവള് പറയണത് അന്ന് കാണിച്ചിട്ടേ, ഇത് പുതിയത്. നക്ഷത്രങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. എന്താണ് എൻ്റെ അഭിപ്രായം? എന്താ ഓക്കെ, നമ്മൾ അന്ന് വന്ന സ്ഥലത്ത് തന്നെ ഇന്ന് എത്തി. അപ്പൊ നമ്മുടെ സീറ്റ് ഫേവറേറ്റ് സീറ്റാണ്, ഇവിടെ തന്നെ പിടിക്കാൻ പോവുകയാണ് ഗൈസ്. പ്ലാസ്റ്റിക് അടങ്ങിയ ഒരു മീൻ അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് ഇരിക്കാൻ പോകും. അവരിവിടെ ക്ലീനൊക്കെയൊക്കെ ഇട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഒക്കെ തന്നെ മെനു. അങ്ങനെ മെനു കിട്ടി ആവശ്യത്തിൽ വായിച്ചുകൊണ്ട് ചെയ്യും. നമ്മൾ കിഴി പൊറോട്ടയാണ് വാങ്ങാൻ വന്നത്. മിക്കവാറും മൊത്തം വാങ്ങും. കിഴി പൊറോട്ട നോക്കിയാണ് അന്ന് ഇവിടെ നിന്നൊരു കിഴി പൊറോട്ട കഴിച്ച് പിന്നെ കിഴി പൊറോട്ട മതി എന്നാണ് പറയുന്നത്. മുഖത്ത് ചിരി നോക്കൂ. കിട്ടി കിഴി പൊറോട്ട കിട്ടി. കണ്ടില്ലേ, 200 വട്ടം ഉണ്ട്. അപ്പൊ ഞാൻ ചിക്കൻ എനിക്ക് ചിക്കൻ, നിനക്ക് ചിക്കൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ്റെ കിഴി പൊറോട്ടയാണ് വാങ്ങാൻ തീരുമാനിച്ചു. വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ലൈമുണ്ട്, എല്ലാം ഉണ്ട്. എങ്ങനെയെങ്കിലും ഒരു 10,000 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പൊളിയായിട്ട് കഴിച്ചു. ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ നല്ല ആംബിയൻസ് ആണ് ഇരിക്കാനായിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഓഫൊക്കെ എടുത്തിട്ടൊക്കെ പോകുന്നുണ്ട്, കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്. ശേഷം പുള്ളിക്കാരിക്ക് എന്തോ ഒരു അത് കണ്ടപ്പോൾ എന്തൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പറയൂ, എന്താണ് വേണ്ടത്? ഐസ്ക്രീം. അപ്പൊ ഐസ്ക്രീം പുള്ളിക്കാരി ഓർഡർ ചെയ്യാൻ പോയത്. ഐസ്ക്രീമിന്റെ 20 രൂപ സ്റ്റാർട്ടാണ്. അപ്പോ നമ്മളെ കാത്തിരുന്ന കിഴി പൊറോട്ട ചെയ്യുകയാണ്. അത് 2 ഇതുകൊണ്ട് പൊളിക്കാൻ പോകുന്ന സംഭവം വാഴയിലാണ് പൊളിഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ കിട്ടിയിട്ടുള്ള ഒരു സംഭവമാണ്.
പൊളിക്കുന്ന തന്നെ വായി വെള്ളം ഗൈസ്. അത് കണ്ടിട്ടുണ്ട് ഭയങ്കര ചിരിയാണ്. ആ വാഴയില മൂത്തെടുക്കുകയാണ്. മൂത്തെടുപ്പം തന്നെ ഗൈസ് രണ്ട് മുട്ടയും റോട്ടയും വെച്ചിട്ടുള്ള ഒരു ഐറ്റം സാധനം. കൊള്ളാം. ഇത് പറ്റിച്ചു കളഞ്ഞത്. ഒരു മുട്ടയുടെ പകുതിയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും രണ്ട് മുട്ട. ഇനി കഴിച്ചിട്ടെന്നാണ് പറയാൻ ഭാവി വെള്ളം. രണ്ടാമത്തെ കിഴി പൊറോട്ടയും പൊളിക്കുകയാണ്. രണ്ടാമത് നോക്കാം. അപ്പൊ ഏകദേശം അതുപോലെ തന്നെ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനകത്തും നല്ല മസാലയും കാര്യങ്ങളാണ്. ഒപ്പം ഇത് കുറെ പൊറോട്ട ഉണ്ട് കഴിച്ചു. ഇല്ല തോന്നുന്നു. അപ്പൊ നമ്മൾ കഴിച്ചു തുടങ്ങി. അപ്പൊ കഴിച്ച അവസാനം മിച്ചവും വന്നു. അവള് മൊത്തം കാര്യമാക്കി. എനിക്ക് മിച്ചം വന്നു ഗൈസ്. നമ്മളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ. ആസ്വദിച്ച് വെള്ളം കുടിക്കുന്നു. അപ്പോ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. വളരെയധികം അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യം ഒരിക്കൽ കഴിച്ചിരുന്നു. പക്ഷെ ഇത്രയും എന്താ പറയാ, കൊള്ളാം. അന്നേരം ഒരാൾക്ക് എന്നെ പോലെ ഒരാൾക്ക് ഇത് ഫുള്ള് കഴിക്കാൻ പറ്റും. പക്ഷെ ഇവര് എങ്ങനെ കഴിച്ചെന്തോ അവള് കഴിച്ചു. അപ്പൊ നമ്മളെ പോവുകയാണ് ഗൈസ്. നമ്മള് നെക്സ്റ്റ് ഒരു സാധനം ആവുന്നത് വരെ അടുത്ത ഇടുന്നവരെ പോവുകയാണ്. ബൈ.